ജാസ്മിന് പുറത്തൊരു റിലേഷൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തെനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അടുത്ത് പോവാൻ നേരത്ത് ഒരു റിലേഷൻഷിപ്പ് ആവാതെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് ആവാതെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഇന്ന വ്യക്തിയുടെ സൗന്ദര്യം കണ്ടിട്ടോ ഇന്ന വ്യക്തിയുടെ ഇന്ന കഴിവ് കണ്ടിട്ടൊന്നും അല്ല. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് അറിയില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എന്റെ പൊന്നണ്ണ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് എന്നിട്ട് കാണിക്കുന്നില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ആ ഷോ പലതും പല രീതിയിലാണ് എന്നെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടില്ല. അത് അച്ഛൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? ഫോൺ കോളിൽ ഇവർ ഹലോ, എനിക്ക് അച്ഛനോടും സംസാരിക്കണം. ഹലോ അച്ഛാ. തന്തയ്ക്ക് നൽകിയ പേര് പറയിക്കാൻ ഉണ്ടായവൻ നീ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നേ? നാണം കെട്ടവൻ. മേലെ പഠിക്കകത്ത് കയറി പോരുത്. നീ വായിക്കോട്ടെ. ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്താണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളതാണോ തമ്പുരാൻ അറിയാം. ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇപ്പൊ കല്യാണം മെയിൻ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ബിഗ് ബോസ് എന്നല്ല, നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും ഒരു പെങ്കൊച്ച് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നെന്ന് കണ്ടാൽ ഒരു പ്രശ്നമാണത്. ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? ആ കാഴ്ചപ്പാടിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അത് നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ മകൾക്കൊരു കല്യാണ നിശ്ചയം കഴിഞ്ഞാണ്. നന്നായിട്ടുണ്ട്. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.